ബിസിനസ്സുകാർക്ക് ബുദ്ധി ഇല്ലാന്നല്ല പറയുന്നത്. ബിസിനസ്സുകാർക്ക് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു സ്ഥാപനം നടത്തണം, 10-25 സ്ഥാപനം നടത്തണം, പോണേ കുറെ ആൾക്കാരൊന്നും വിശ്വസിച്ചേ പറ്റൂ. കോവിഡ് വന്നപ്പോഴെല്ലാം അടച്ചുവിട്ടും ഞങ്ങളെ പോലെ മാധ്യമപ്രവർത്തനം ക്യാമറ ടീം കൊണ്ട് ഇറങ്ങി റോട്ടിലേക്ക് എല്ലാവരും അന്വേഷിക്കാൻ. എന്നിട്ട് ഞങ്ങൾ കുറ്റം കേൾക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ കുറെ കുറ്റം കേട്ടു പ്രൊഡ്യൂസർമാർ. ശരിയല്ലേ? ഇപ്പൊ ഞാൻ വേറെ കാര്യം പറഞ്ഞുതരാം. ഇത്രയും പ്രതിസന്ധിയും പ്രശ്നങ്ങളൊക്കെ വരുന്നു, നമ്മളെല്ലാവരും പറയും ഇവിടെ നമ്മൾ മറ്റൊരു സ്നേഹിക്കണം, അല്ല സ്നേഹിക്കണം, കലയെ സ്നേഹിക്കണം. ഞാനും പറഞ്ഞ സാധനങ്ങൾ കുറച്ച് നേരത്തെ കലയെ സ്നേഹിക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളെ നാട്ടിൽ ഒരു കർഷകനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംസ്കാരം ഇവിടെ ഇല്ല. അത് വലിയൊരു ആപത്തല്ലേ? ഈ രാജ്യത്ത് എവിടേക്കാണ് പോണെന്ന് മനസ്സിലായിട്ടില്ല. ഹൈദരാലിക്ക് സിനിമനെ ഞാൻ സ്നേഹിക്കുന്നത്, ഞാൻ സിനിമയാണെന്ന് പറയുന്നുണ്ട്. ഒരു മുളകും തൈ വെച്ചാൽ മതി, എല്ലാവരും വിചാരിച്ചാൽ മതി. മുളകിന്റെ റേറ്റ് കുറയുമല്ലോ. എൻ്റെ വീട്ടിലേക്കുള്ള മുളക് വേപ്പിലും കിട്ടണമെങ്കിൽ പിന്നെ കടയിൽ പോയി മേടിക്കണ്ടല്ലോ. ഇവിടേക്ക് ഇതിനെക്കുറിച്ചൊന്നും ഞാൻ ആധികാരികമായിട്ടൊന്നും പറയാനൊന്നും അല്ലാട്ടാ. ഞാൻ പറയാണ്, ഞാൻ ഒരു കൃഷിക്കാരനായതിൻ്റെ പറയും. അങ്ങനത്തെ ഒന്നും ഇവിടെ ഒരു ആരും അതിന് വേണ്ടിയിട്ട് നല്ല ഭക്ഷണം കഴിക്കാൻ പുള്ളിയാണ്. പിന്നെ കുറച്ചൊക്കെ ജൈവ കൃഷിയൊക്കെ ആയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളിയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത്. പിന്നെ ജയറാമിന് എന്തോ ഫാമും പരിപാടിയൊക്കെ. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിൽ സിനിമയിൽ നിൽക്കുന്ന ആൾക്കാർ, പ്രൊഡ്യൂസർ സൈഡിൽ നിന്നായാലും കുറച്ച് അവർക്കും കുറെ ആൾക്കാരെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യണം. സിനിമയിൽ നിൽക്കുന്ന എല്ലാവരും കൃഷിനെ ബാക്കിയുള്ള പരിപാടിക്ക് ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്താൽ ഞങ്ങളെ പോലെയുള്ള കൃഷിക്കാർക്കും ഒരു സന്തോഷമായിരിക്കും. എങ്ങനെയെങ്കിലും ജീവിക്കാൻ നോക്കണം, എന്തെങ്കിലും ചെയ്താണെങ്കിൽ. അതാണ് എനിക്ക് ഇതിന്ന് പോയാലും നമുക്ക് ജീവിക്കാനുള്ള വകുപ്പുണ്ടാക്കി വെക്കണം. ധൈര്യം ഒരു ചെറിയ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ സാധാരണ രീതി പറഞ്ഞു ഒരു 5 പശു ഉണ്ടെങ്കിൽ എനിക്ക് ജീവിക്കാം. പശു തൊഴുത്തി മറ്റേ പറഞ്ഞില്ലേ, പശു തൊഴുത്തും ആനത്തൊഴുത്തും ഒക്കെ ഉള്ളവര് ആ സാധനം വന്ന് ഓർമ്മില്ലേ പറഞ്ഞ തൊഴുത്തിലേക്ക് പോയി എന്നുള്ളൊരു സാധനം. അതൊക്കെ ഇവിടെ കുറെ കാര്യം സത്യസന്ധമായ സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിർമ്മാതാക്കൾ പറഞ്ഞത് കുറെ സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനെ നിഷേധിക്കാൻ പാടില്ല. അനുഭവങ്ങളാണ് നമ്മൾക്ക് പറഞ്ഞുതരാണ്. ചൂടുവെള്ളമാണ് പോലെ ചാടണ്ട, മദ്യം എന്താണ് പറയുന്നത്, നമ്മള് പുകവലി പാടില്ല, മദ്യം, അങ്ങനെ ടൈറ്റിൽ നമ്മൾ എഴുതൂലേ. ഈ സാധനമാണ് സുരേഷ് കുമാർ പറഞ്ഞത്. നിങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ ഇന്ന വിഷയങ്ങളുണ്ട് ഇവിടെ, ഈ വിഷയങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തൊഴുത്തിലേക്ക് പോകേണ്ടി വരും. അല്ല, അത് സുരേഷ് കുമാർ പറഞ്ഞത് യോജിക്കുന്നുണ്ടല്ലേ? സുരേഷ് കുമാർ നിർമ്മാതാക്കളുടെ സംഘടന പറഞ്ഞ് യോജിക്കുന്നുണ്ട് 100%. ഞാൻ ഏറ്റവും കൂടുതൽ ആ പറഞ്ഞതിൽ എവിടെയും പറയാം, അത് സത്യമായ കാര്യമാണ്. അവര് അവിടെ നിന്ന് അനുഭവിക്കുന്ന ഈ സുരേഷ് കുമാർ ആയാലും അതിൽ അവിടെ ഉള്ള എല്ലാവരും അവർക്കൊക്കെ നല്ല സങ്കടങ്ങളുണ്ട്. മറ്റുള്ളവന്റെ പ്രൊഡ്യൂസറുടെ സങ്കടം മനസ്സിലാവുള്ളൂ. ഇവിടെ വേറൊരു കാര്യം, ഈ വണ്ടിയിൽ നിന്ന് കയറി വീട്ടിൽ തിരിച്ചെത്തുന്നവരെയും ആർട്ടിസ്റ്റിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന പ്രൊഡ്യൂസറാണ്. സ്വന്തം മക്കളുടെ കാര്യം പോലും നമ്മൾ നോക്കൂല. അവൻ പോയിട്ടുണ്ടോ തിരിച്ചു വരുന്നുണ്ട, എടാ മഴയില്ല, നീ കുടം പിടിച്ച് അവിടെ നടന്നു വന്നാൽ മതി. അവിടെ മഴയുടെ കുട പിടിച്ച് ഇവരെ കൊണ്ടുവന്ന് തിരിച്ച് അവരെ വീട്ടിലെത്തിച്ചു കൊടുത്തിട്ടാണ് അതിലും അതുവരെ. അപ്പൊ തന്നെ ഒരു കുട പുതിയത് മേടിക്കാണ്. നമ്മളെ സ്വന്തം മക്കൾ അവിടെ മഴ കൊണ്ട് നിന്നിട്ട് നീ ഒരു മഴ മാറിയിട്ട് വന്നാൽ മതി എന്നാ പറയാ. ഇത് സുരേഷ് കുമാർ പറഞ്ഞത് സത്യമല്ലേ? അപ്പൊ പ്രൊഡ്യൂസർ എന്നുള്ള എനിക്ക് എന്റെ വികാരം എനിക്ക് പറഞ്ഞേ പറ്റൂ. ഞാൻ അതിന് 100% ഇവിടേക്ക് വരുമ്പോ ഇവിടെ പ്രൊഡ്യൂസർക്ക് വളരെ ക്ഷാമം ചെറിയ വലിയ സിനിമകൾക്ക് ആളുണ്ടാവും, ചെറിയ സിനിമകൾക്ക് പ്രൊഡ്യൂസർമാരുണ്ടാവില്ല. ഓരോ നഷ്ടപ്പെട്ട പ്രൊഡ്യൂസറുടെ കഥകൾ അരിയാര് എത്ര എടുത്തിട്ടുണ്ടാവും. അരിയാര് വളരെ ചുരുക്കമാണ്. ഇപ്പൊ ലാഭം കിട്ടിയവരോ ആരെങ്കിലും ഉണ്ടോ? ലാഭം കിട്ടിയവരെ എടുക്കാൻ പോകാറുള്ളൂ, സാധാരണ പോകാറുള്ളൂ. നഷ്ടം വന്നവരോ ആരെങ്കിലും ഇന്റർവ്യൂ എടുക്കാറുണ്ടോ? കിട്ടാറില്ല. അവർ പറയാനും തയ്യാറാവില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് വേറെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. കാശ് പോയി എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഒരു ഇന്റർവ്യൂ വന്നാല് അവർക്ക് കടം കിട്ടില്ല. അപ്പൊ അവർക്ക് വേറെ ബിസിനസ് ചെയ്യണതിന് അതിന് ദോഷം വരും. കടക്കാരനെന്ന് പറഞ്ഞാൽ ആരും അറിയിക്കൂല. അല്ലാണ്ട് സുരേഷ് കുമാർ പറഞ്ഞ 100%. അല്ല, ഒരു നിർമ്മാതാവിന്റെ ഒരു കാര്യങ്ങള് ഇപ്പം
ശങ്കർജി പറഞ്ഞത് അംഗീകരിക്കുന്നു. ഇതൊക്കെ ഞാനും കണ്ടും കേട്ടും പോകുന്ന ഒരാളാണ്. ഞാൻ ഇവരെല്ലാവരുമായിട്ട് സഹിച്ചുകൊണ്ട് കണ്ടും കേട്ടും പോകും. ചില കാര്യങ്ങൾ എനിക്ക് എതിർപ്പുണ്ടാവും. ഞാൻ ഒരു മാധ്യമപ്രവർത്തനം സിനിമാ മേഖല നോക്കുന്നതിന് ചില കാര്യങ്ങൾ അവർ വരുമ്പോൾ ഞാൻ എതിർക്കാറുമുണ്ട്. പക്ഷെ ആ കഷ്ടപ്പാടുകൾ ഒത്തിരി അവർ കേൾക്കുന്നു പല നിർമ്മാതാക്കളും. അതുകൊണ്ടാണ് അവർ വാദത്തിൽ സംസാരിക്കുന്നത്. നിർമ്മാതാക്കൾക്ക് വേണ്ടി ചിലപ്പോൾ അവർ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യും. പറയുമ്പോൾ നമുക്ക് ഒരു ബഡ്ജറ്റ് തന്നു, നമ്മൾ അതുകൊണ്ട് പ്രസന്റ് ചെയ്ത് അസോസിയേഷനിൽ നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ 5 കോടി രൂപ നമ്മൾ കാണൂല 2.5 കോടി രൂപ പടത്തിന്. നമ്മളതിൽ 1.5 കോടി ഉണ്ടാവുള്ളൂ. അത് 3.5, അപ്പോൾ 1 കോടി രൂപ നമുക്ക് കടം മേടിക്കാം. 1.5 കോടി ഉണ്ട്, 1 കോടി രൂപ നമുക്ക് കടം മേടിക്കാം എന്ന് വിചാരിച്ചായിരിക്കും ആ പ്രൊഡ്യൂസർ കണ്ട് അവൻ്റെ വീടും. അത് 5 കോടിയായി നിന്നാൽ ഉണ്ടാവണവൻ്റെ ഒത്തിരി ബാക്കപ്പ് ഇല്ലാത്തവൻ എന്താ ചെയ്യാൻ? തീർന്നു. ഒത്തിരി ബാക്കപ്പ് ഇല്ലാത്ത അമേരിക്കയിലുള്ള ആൻറ്റിമാരില്ലാത്തവരും മറ്റുള്ളവർ അമൂനെ പോലുള്ള ചിലപ്പോൾ ബാക്ക് സപ്പോർട്ട് ഇല്ലാത്ത ഒരു 1.5 കോടി മാത്രമായിട്ട് വരുന്ന ആ സിനിമ എടുത്ത് അതിൽ ലാഭം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് വരുന്നവർക്ക് 5 കോടിയിലെത്തിയാലോ 5.5 കോടിയിലെത്തിയാലോ എല്ലാം കൂടെ 2.5 കോടി പറഞ്ഞ സാധനം 5.5 കോടിയിലെത്തിയാൽ ആത്മഹത്യ ചെയ്യാൻ പറ്റുള്ളൂ. അവൻ്റെ കുടുംബം വിറ്റാൽ ഈ പടം തീരില്ല. ഇറക്കിയിട്ട് നഷ്ടവും വരും. ഇവന് അവിടെ പോയി അന്വേഷിക്കും. ഈ 3 കോടി സാധാരണ പൈസയാണോ? ഇത് മനസ്സിലാക്കാൻ ആരും തയ്യാറല്ല. എഗ്രിമെന്റിനൊന്നും ഒരു പ്രശസ്തിയില്ല. എന്തെന്നും പറഞ്ഞിട്ട് ആരെങ്കിലും പോയി ചോദിക്കും നമ്മൾ ഇത്രയും കാശ് മുടക്കും ഇത് ഇറക്കാം തരുമ്പോൾ. അങ്ങനെ എല്ലാവരും ചിന്തിക്കുകയാണ്. അവിടെ ഒരിക്കലും സങ്കടങ്ങൾ, പല ആൾക്കാരെ സങ്കടങ്ങളും അത് പറയാനാരും എന്താണാവോ അത് സത്യങ്ങൾ. അതിനൊരു OTT കച്ചവടവും സാറ്റലൈറ്റ് കച്ചവടമൊക്കെ നിന്നപ്പോൾ കുറച്ചൊക്കെ ആൾക്കാർ കുറച്ച് കുറഞ്ഞു തോന്നുന്നു. റൈസായിട്ടൊക്കെ അല്ലേ? അതെ അതെ, പടങ്ങൾ വളരെ കുറഞ്ഞു. എന്തായാലും കുറേ കാര്യങ്ങളാണ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് ഈ തുറന്ന് ശങ്കർജി പറയുമ്പോഴും അത് കുറേ നിർമ്മാതാക്കൾക്ക് പ്രയോജനമുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. ഇതിലൊരു എടുത്തുചാട്ടോ ഒരു അഹങ്കാരത്തിൻ്റെ സ്വരമൊന്നും അല്ല എന്ന് എനിക്കും കൃത്യമായിട്ട് മനസ്സിലായി. താങ്കൾ പറഞ്ഞത് താങ്കളുടെ അനുഭവങ്ങൾ വെച്ച് പറയുന്നു. ഇനി വരുന്നവരും ഈ അനുഭവങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് സിനിമ, ഇതൊക്കെയാണ് സിനിമ. ഈ സിനിമ നിൽക്കണമെങ്കിൽ ഈ സിനിമയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു സിനിമയായിട്ട് ചെയ്യാൻ വേണ്ടി വരരുത്. അത് ഞാൻ പറയാം. ക്ലബിൽ പോയി ചീട്ട് കളിക്കാം, ക്ലബിൽ പോയി എല്ലാ ദിവസവും ചീട്ട് കളിക്കാം, കല്യാണ വീട്ടിൽ പോയി ചീട്ട് കളിച്ചാൽ അടുത്ത കല്യാണം വരണം ചീട്ട് കളിക്കാം. അപ്പൊ അതുപോലെ നമ്മൾ ഇത് ഒരു ഗാംബ്ലിംഗ് വേറെ മൂടാണ്. ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ ഒരു 3-4 സിനിമയെങ്കിലും ഒരു 3 സിനിമ പരീക്ഷിച്ചിട്ട് പോയാൽ കോട്ടയം വയ്ക്കാം. ഒരു സിനിമയുടെ കാശ് ഒപ്പിച്ച് ഇവിടെ സിനിമ എടുക്കാൻ വന്ന അതിൻ്റെ പേരിലാണ് വിജയബാബു നിലയ്ക്കണതും ലിസ്റ്റിൽ നിലയ്ക്കണതും. അതുപോലെ എല്ലാ പ്രൊഡ്യൂസർ ഇപ്പോൾ ഗോകുലം പ്രൊഡക്ഷൻസ്. അപ്പം പിന്നെ ഇവർക്കൊക്കെ ലിസ്റ്റിനും വിജയബാബുവിന് നല്ല ബുദ്ധിയുള്ള മനുഷ്യൻ. മാർക്കറ്റിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു അസാധ്യം. ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്തതിൻ്റെ എനിക്ക് കറക്റ്റായിട്ട് അറിയാം. അയാൾക്കറിയാം, പണി അറിയാം, ജോലി അറിയാം. നമുക്കൊന്നും ജോലി അറിയില്ല. കേട്ടല്ലോ അല്ലേ, ഒരു സിനിമ ചെയ്യാനായിട്ട് വന്നേക്കല്ലേ, ഒരു സിനിമ അടുത്ത സിനിമ ചെയ്യാൻ പോകുന്നു. അപ്പൊ ഒരു 4 സിനിമയുടെ പൈസ ആയിട്ടല്ലോ വന്നേക്കണം. ഏതായാലും ഇറങ്ങി തിരിച്ച സ്ഥിതിക്ക് ഇനി പാക്കിലോട്ട് പോകുന്നില്ല എന്ന് വിചാരിക്കാം. നമ്മൾ തുടർന്ന് സിനിമകൾ ചെയ്ത് പോകാൻ തന്നെ നമുക്ക് ഏതായാലും അഭിലാഷം നഷ്ടമൊന്നും വരില്ല എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ്. കാരണം 3 ആഴ്ച കൂടി ഇനി ബിസിനസ്സുകളുണ്ട്, പല ബിസിനസ്. സിനിമ നല്ലത് എന്നുള്ളത് കേട്ടപ്പോൾ ബിസിനസ്സിനും എളുപ്പമാണ്. ആ സിനിമ ഒരിക്കലും കണ്ടവർ മോശം പറഞ്ഞായിട്ട് എൻ്റെ അറിവില്ല, കണ്ടവർ മോശമായിട്ട് പറയാം. പിന്നെ ചില റിവ്യൂസ് ഒക്കെ പല രീതിക്കും പല സിനിമയും അങ്ങനെ പറയുന്നുണ്ട്, അത് മൈൻഡ് ചെയ്യണം. പക്ഷെ ഒരു 10 റിവ്യൂറർമാർ വന്നിട്ടുണ്ടെങ്കിൽ 9 പേരും നല്ലത് പറഞ്ഞൊരു സിനിമയായിട്ട് ഞാൻ കണ്ടേ. 9 പേരും നല്ലത്. ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചില ആളുകൾക്ക് തോന്നുന്ന ടേസ്റ്റാണ്. എനിക്ക് ഇഷ്ടപ്പെടുന്ന, അമ്മൂന് ഇഷ്ടപ്പെടുന്ന, ശങ്കർക്ക് ഇഷ്ടപ്പെടുന്ന. അതിനകത്ത് നമ്മളെ റിവ്യൂ പറഞ്ഞ ഇബ്രാന്റെ റിവ്യൂ പറഞ്ഞ ആള് തന്നെ നമ്മളുടെ റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എനിക്ക് റിവ്യൂ പറഞ്ഞ ആൾക്കാരെന്ന് അറിഞ്ഞൂടാ. ഞാൻ സോഷ്യൽ മീഡിയയിൽ നിൽക്കല്ല. അശ്വിൻ കോക്ക പുള്ളി ഇമ്രാനെ പറ്റി ആദ്യത്തെ ടൈമിൽ മോശം പറഞ്ഞാണ്. പിന്നെ റിവ്യൂ പറയുന്ന ആൾക്കാരോട് എനിക്ക് ഓരോരുത്തരുടെ പേഴ്സണൽ സാധനമാണ്. നിങ്ങൾക്ക് സിനിമ കാണാൻ പോകണം, നിങ്ങൾ കാണാം. റിവ്യൂ പറഞ്ഞ് ഇപ്പൊ നമ്മളെ സിനിമ മോശം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തിനാണ്, അതാണ് ഗോസിപ്പ് എന്ന് പറഞ്ഞ സാധനമാണ്. ഈ ഗോസിപ്പിലാണ് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, പരദൂഷണം. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് ജീവിക്കുന്നവർ അങ്ങനെ ജീവിക്കട്ടെ, അവരെ തടസ്സപ്പെടുത്തണ്ട. അവരുടെ ജീവിതമാർഗമല്ലേ, ഒരാളെ തൊഴിൽ കളയണ്ടല്ലോ. റിവ്യൂ പറഞ്ഞിട്ട് ജീവിച്ചിട്ട് അയാൾക്ക് കിട്ടുന്ന അയാളുടെ ഭക്ഷണമാണ്, അരിയാണ്. അയാൾ അതുകൊണ്ട് ലോൺ എടുത്തിട്ടുണ്ടാവും. ചിലപ്പോ വീട് വെച്ചെങ്കിലും ലോൺ ആയിരിക്കുള്ളൂ. അടുത്ത റിവ്യൂ മോശം അയാൾക്ക് ജീവിക്കാൻ മാർഗം ഉണ്ടാവില്ല. അയാൾ എന്തിനാ, അയാൾ പറയട്ടെ.
അയാള് പറയുമ്പോ അയാളുടെ ആൾക്കാരും കൂടെ നമ്മളെ അഭിലാഷം അറിയുമല്ലേ. ആ റിവ്യൂ പറയാനുള്ള എത്ര 40,000 പോയി കണ്ടേക്കാം, അന്നൊന്ന് പോയി കണ്ടേക്കാം. അല്ലെങ്കിൽ ആ പടം അറിയപ്പെട്ട് ഇമ്രാൻ എന്ന് പറഞ്ഞ പടത്തിന് എന്തെല്ലാം സാധനം പറഞ്ഞിട്ട് ആ പടം എത്ര കോടി കളക്ട് ചെയ്തെന്ന് പറഞ്ഞില്ല. ഇവിടെ അതൊന്നും ഒരു വിഷയമല്ല. പടം കാണുന്നവർ പടം കാണും, പടം കാണുന്നവർ പടം കാണും. സിനിമ പിന്നെ ഇത്തിരി ബുദ്ധിയും കൂടെ ഉപയോഗിക്കേണ്ടി വരും. ബുദ്ധിയും കൂടെ വേണം. അതിനൊക്കെ പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ അയാളൊക്കെ നമിക്കണം. അയാളൊക്കെ മാർക്കറ്റിംഗ് നമ്പർ 1 ആവും. എന്തുകൊണ്ടാണെന്ന് അറിയാം, അയാൾക്ക് അങ്ങനെ സെല്ലിംഗ് പോയിന്റ് വരെ അറിയാം. ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കണ കഞ്ചിക്കോടാണ് സിന്തോൾ സോപ്പ് ഉണ്ടാക്കണത്. സിന്തോളിന്റെ കവർ വരുമ്പോഴാണ് ഇത് ബ്രാൻഡ് വരുന്നുള്ളൂ. ഫാക്ടറി കഞ്ചിക്കോടാണ്, കണ്ടാതെ മറിക്കും. ഫാക്ടറി പോയി കണ്ട ഒരു ക്വാളിറ്റിയുള്ള സ്ഥലത്തിന് ഈ സാധനം ഉണ്ടാക്കും. എന്നിട്ട് ഉരയ്ക്കും, സോപ്പിട്ട് കുളിച്ചാൽ എല്ലാവരും അപ്പൊ കവറൊക്കെ ഇട്ട് കാണുമ്പോഴാണ് അതിന്റെ സുഖം കിട്ടണുള്ളൂ. അത് ഉണ്ടാക്കാൻ ഇമ്രാന്റെ ഡയറക്ഷൻ മാത്രമല്ല, കച്ചവടം അറിയാം. അത് ഒരു കച്ചവടം അറിയണതും കൂടെ ഒരു സിനിമയ്ക്ക് ഇപ്പം ആവശ്യമാണ്. ഇതെവിടെയാണ് വിൽക്കേണ്ടതെന്നും കൂടെ അറിഞ്ഞാൽ മാത്രമോ സിനിമ പിടിക്കാൻ വരാൻ പാടില്ല. ഇതെങ്ങനെ വിൽക്കണമെന്നും കൂടെ പഠിക്കണം. വെറുതെ കുറെ കാശ് കൊണ്ട് സിനിമ പിടിക്കാൻ പറ്റില്ല. ഇത് വിൽക്കാൻ അറിയണം, ഇതെന്തൊക്കെ മാർക്കറ്റ് ചെയ്യാൻ അറിയണം, ഇതെന്തെല്ലാം പണി അറിയണം, ഇത് പഠിക്കണം. ഇതൊക്കെ പഠിച്ചില്ലെങ്കിൽ 3-4 ജോലിക്കാരെ വെക്കണം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.